പൊട്ടുകയാ, ജനങ്ങളൊക്കെ വെറുക്കുകയാ, കല്ലെടുത്തെറിയുകയാ, പോടാ പോടാ എന്ന് പറഞ്ഞ് കൂടെയുള്ളവർ ഉപേക്ഷിക്കുകയാ. ഇന്നലെ വരെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്നവരൊക്കെ മാറിപ്പോകുകയാ. ഇന്നലെ വരെ സ്നേഹം പറഞ്ഞു വന്നവരൊക്കെ ഒഴിവായി പോകുകയാ. ആരുമില്ല, ആരുമില്ല. ആ ഗ്രാമത്തിലുള്ളവർ മുഴുവൻ അയ്യൂബ് നബിയെ കല്ലെറിഞ്ഞോടിക്കുമ്പോ ഒരാൾ മാത്രം ഒന്നും പറഞ്ഞില്ല, ഒരാൾ മാത്രം ഒന്നും പറഞ്ഞില്ല, ഒരാൾ മാത്രം ഒന്നും പറഞ്ഞില്ല. ആരാ പെങ്ങളെ, ആരാ പെങ്ങളെ, ആരാ പെങ്ങളെ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഇല്ല അല്ലോ, ഇല്ല അല്ലോ, എന്റെ പ്രിയരവനെ ഞാൻ നിലത്തു വെക്കൂല്ല. ചാന്തിയെടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. എന്റെ പ്രിയമുള്ളവരെ, തൃശ്ശൂർ ജില്ലയിൽ ഒരു ക്യാൻസർ രോഗം ബാധിച്ച ഭർത്താവിനോട് ഭാര്യ വന്ന് പറയുന്നു, നിങ്ങളെന്ന് ത്വരാഖ് ചെല്ലുക, നിങ്ങളെന്ന് ത്വരാഖ് ചെല്ലുക, നിങ്ങളെന്ന് ത്വരാഖ് ചെല്ലുക. ആർസിസിയിൽ നിന്ന് മടക്കി വിട്ടതാണ്, ആർസിസിയിൽ നിന്ന് മടക്കി വിട്ടതാണ്. നിങ്ങളെന്ന് ത്വരാഖ് ചെല്ലുകോ. നിങ്ങളുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ല, നിങ്ങൾക്ക് ആരോഗ്യമില്ല, എന്തായാലും മരണമുറപ്പാണ്. ആ സമയത്ത് ആ പ്രിയപ്പെട്ട സഹോദരന്റെ അനുജനന്റെ ഫോൺ വിളിക്കുകയാ, ഉസ്താദ് എന്റെ ഇക്കാക്ക് ക്യാൻസറാണ്, നിങ്ങളെ കാണണമെന്ന് പറയുകയാണ്. പ്രഭാഷണ ജീവിതത്തിനിടയിൽ എന്തെങ്കിലും ഒരു ഉപകാരം ആ സഹോദരൻ ഉണ്ടാകട്ടെ എന്ന് കരുതി അല്ലാഹുവേ, ആ വീട്ടിലേക്ക് ഞാൻ ചെന്നിറങ്ങുമ്പോ ആ സഹോദരനോട് കാല് പിടിച്ചു പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ ഭാര്യ എനിക്ക് വലിയ ഇഷ്ടമാണ് ഉസ്താദേ, എന്റെ ഭാര്യ എനിക്ക് വലിയ ഇഷ്ടമാണ് ഉസ്താദേ, വലിയ സ്നേഹമാണ് ഉസ്താദേ. എനിക്ക് രോഗം വന്നപ്പോ, എനിക്ക് ക്യാൻസർ വന്നപ്പോ എന്റെ ഭാര്യയുടെ സ്നേഹം കുറഞ്ഞുപോ. എന്റെ ഭാര്യ പിന്നെ എന്നെ പരിഗണിക്കുന്നില്ല, എന്റെ രോഗം അറിഞ്ഞിരുന്നില്ല ഉസ്താദേ. എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ക്യാൻസറിന്റെ അണുക്കൾ ഉണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഉസ്താദേ, അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ചികിത്സിക്കാൻ സമയം വൈകിപ്പോയതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചുപോയി. എന്റെ മക്കളിതാ യതീമാകാൻ എന്തായാലും ഞാൻ മരിക്കുമെന്നുറപ്പാ, എന്തായാലും ഞാൻ മരിക്കുമെന്നുറപ്പാ. പക്ഷെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് ത്വലാഖ് ആവശ്യപ്പെടുകയാണ്. ഞാൻ ചൊല്ലൂല ഉസ്താദേ, ചൊല്ലൂല്ല. എന്റെ പ്രിയപ്പെട്ടവരുടെ ഭർത്താവായിട്ട് തന്നെ മരിക്കലാണ് എന്റെ ആഗ്രഹം. എന്റെ നാവുകൊണ്ട് ത്വലാഖ് എനിക്ക് പേടിയാ, ത്വലാഖ് എനിക്ക് പേടിയാ. എനിക്ക് ചോറ് വെച്ച് തന്നവളുടെ, എനിക്ക് വസ്ത്രമലക്കി തന്നവളല്ലേ, പിന്നെ വെറുപ്പാണെങ്കിലും എനിക്ക് മരുന്ന് തന്നവളല്ലേ, അവളെ ത്വലാഖ് ഞങ്ങൾ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഉസ്താദെന്ന് സംസാരിക്കുവോ? എന്തായാലും ഞാൻ മരിക്കുമല്ലോ, എന്തായാലും ഞാൻ മരിക്കുമല്ലോ. ഞാനിങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ 4 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ ഇവൾക്ക് വേറൊരു ഭർത്താവിനെ സ്വീകരിക്കാമല്ലോ. അതുവരെ ഒന്ന് സഹിക്കാൻ പറയുമോ ഉസ്താദേ? ഞാനൊന്ന് സന്തോഷത്തോടെ മരിച്ചോട്ടെ. ഞാൻ വേദന നിന്നുന്ന ക്യാൻസർ രോഗിയല്ലേ, ആരും തിരിഞ്ഞു നോക്കാത്ത രോഗിയല്ലേ, ആരും സഹായിക്കാനില്ലാത്ത രോഗിയല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ മനസ്സുമല്ലാതെ സങ്കടം നിറഞ്ഞു പോയി പെങ്ങളെ. എനിക്ക് സംസാരിക്കാൻ അവിടെ റോളില്ല. അതൊരു പെണ്ണിന്റെ തീരുമാനമാണ്. സ്നേഹമുള്ളവളാണ്, സ്നേഹമുള്ളവരാകട്ടെ ആരാകട്ടെ ആ വിഷയത്തിൽ ഇടപെടാൻ നമുക്ക് കഴിയില്ലല്ലോ. അല്ലാഹുവേ, നാളെ ഞങ്ങളുടെ മക്കൾ പോലും കുറ്റപ്പെടുത്തി മാറ്റിവെക്കുന്ന രോഗം നിങ്ങൾക്ക് തരില്ലല്ലോ. ഞങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ടല്ല. ഒരു രോഗം വരുമ്പോ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ